വിജയാരാധന ധ്യാനവുമായി മടഞ്ചാടി ഫ്രാങ്കോ. ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ വെറും ഊളകളാണോ എന്ന് നാം ചോദിച്ചു പോകുന്നത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ഇതേ ജൂണിൽ നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു ധ്യാനവുമായി വന്നിരുന്നു. അതിൻ്റെ പേര് പരിഹാര ധ്യാനം പ്രാർത്ഥന ഇടയനോടൊപ്പം ഒരു രാത്രി എന്നതായിരുന്നു. അതായത് ഇയാളെ ഇപ്പോൾ കൊണ്ട് കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. വേറെ യാതൊരു പരിപാടിയുമില്ല. അന്നേരം ഈ മഴക്കാലം ഒന്ന് കഴിച്ചു കൂട്ടാൻ വേണ്ടി കഴിഞ്ഞ കൊല്ലം പുള്ളി ആരംഭിച്ച പദ്ധതിയാണ് ഇടയനോടൊപ്പം ഒരു രാത്രി. രാത്രി 8 മണി മുതൽ 6 മണി വരെ ഇടയനോടൊപ്പം ഇരുന്ന് ധ്യാനിക്കാം. ധ്യാനിക്കാൻ താല്പര്യമുള്ളവർക്ക് രാത്രിയിൽ അവിടെ ചെന്നാൽ മതി. ഇടയനോടൊപ്പം ഒരു രാത്രി. ഈ പരിപാടിക്ക് വേറെ ബുക്കിങ്ങിനൊന്നും ആളില്ലാത്തത് കൊണ്ട് പുള്ളി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പരസ്യമൊക്കെ കൊടുത്ത് കോളുകളൊക്കെ എടുത്തത്. അന്നേരം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ബെന്നി എന്ന് പറയുന്ന ഒരാൾ പുള്ളിയെ വിളിച്ചതിൻ്റെ രസകരമായ ഒരു കോള് നമുക്ക് ഇതിന് ശേഷം കേൾക്കാം. അതിനു മുമ്പായി വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഇത്തവണയും ഈ ജൂണിലും ഈ മഴക്കാലം കഴിഞ്ഞുകൂടുവാൻ അയാൾ പുതിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പേരാണ് വിജയാരാധന ധ്യാനം. എന്തിൻ്റെ വിജയമാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പുള്ളി ഇപ്രകാരം ഒരു വിജയാരാധന ധ്യാനം നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തവണ ഇപ്രകാരം ഒരു ധ്യാനം പുള്ളി നടത്താൻ പോകുന്നത്. പ്രധാനമായിട്ടും പുള്ളി ഫോക്കസ് ചെയ്യുന്നത് പീഡന കേസുകളിൽ പിടിക്കപ്പെട്ടവർ, അവിഹിത കേസുകളിൽ പിടിക്കപ്പെട്ടവർ, അപ്രകാരം കുടുംബജീവിതം തകർന്നവർ, പീഡന തൽപരർ, ഇപ്രകാരമൊക്കെയുള്ള ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇവരെ ധ്യാനിപ്പിക്കും. ഒരു മുഴുനീള രാത്രി ധ്യാനം കഴിയുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും. വിജയിക്കുവാനുള്ള സകല പാഠവങ്ങളും അവർ നേടിയിട്ടുണ്ടാവും. അന്നേരം ഇത് വളരെ വലിയൊരു സുവർണാവസരമാണ്. കോട്ടയത്ത് നടക്കാൻ പോകുന്ന ഈ ഭീകര ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം ഫേസ്ബുക്കിൽ അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റ്. വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കോൾ എടുക്കാൻ ഇപ്പോൾ ആരെയും ഇല്ലാത്തത് കൊണ്ട്, ഒരു ഏകാന്ത തടവുകാരനെ പോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് കോൾ എടുക്കുന്നത്. ഈ ഭീകര ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അദ്ദേഹം ഈ ധ്യാനത്തെക്കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എല്ലാം അദ്ദേഹം വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ മഴക്കാലവും ഒരു ഒരു ആഘോഷമാക്കുവാൻ സ്വർഗത്തിലേക്കുള്ള വഴി തേടുന്നവർ തീർച്ചയായും ഫ്രാങ്കോ മുളയ്ക്കലിനെ നിങ്ങൾ വിളിക്കണം. ഇതിൽ പരം ഒരു നല്ല മനുഷ്യനില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശം സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തരുവാൻ പറ്റാവുന്ന വേറൊരു ആളില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കാണുന്ന ഇതേപോലെ മെസ്സഞ്ചറിലോ ഒക്കെ പോയി അദ്ദേഹത്തോട് നിങ്ങൾക്ക് സംസാരിക്കാം. അദ്ദേഹം വിശദമായ കാര്യങ്ങൾ പറയും. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. തൻ്റെ വിജയാരാധന ധ്യാനത്തിന് 40 വയസ്സിൽ താഴെയുള്ള വിശ്വാസിനികൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ ഫ്രാങ്കോ, അദ്ദേഹം ആ വിശ്വാസങ്ങൾ വരുന്നത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ കാഴ്ച കണ്ട ശേഷം തുടരാം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലം ഈ ഇടയനോടൊപ്പം രാത്രി പരസ്യം കണ്ട് ഇദ്ദേഹത്തെ വിളിച്ച ബെന്നിയുമായിട്ട് നടത്തിയ ആ സംഭാഷണം നമുക്കൊന്ന് കേട്ട ശേഷം മടങ്ങി വരാം. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം അല്ലേ? അതെയല്ലോ. ഞാൻ അവിടെ ഒരു പരിഹാര ഇതിന്റെ ഒരു ധ്യാനത്തിന്റെ അത് കണ്ടായിരുന്നു. പരിഹാര ആരാധന അത് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 8 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. 8 മണി തൊട്ട് രാവിലെ 6 മണി എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. അത് ആൾക്കാർക്ക് ഒത്തിരി ഉണ്ടോ? നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയോ അങ്ങനെ വല്ലതും വേണോ? നേരത്തെ ബുക്ക് ചെയ്യുകയോ അങ്ങനെ വല്ല ലിമിറ്റഡ് അങ്ങനെ വല്ല ആണോന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല, ലിമിറ്റഡ് ഒന്നുമില്ല. ആർക്കും വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ വരാം. അതെ അല്ലേ? അച്ഛന്മാരൊക്കെ ഇത് 8 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ആ 10 മണിക്കൂർ ഓരോ മണിക്കൂറും ഓരോ കൽപ്പനകളുടെ ലംഘനത്തിന്റെ പരിഹാരമായിട്ടാണ് കാഴ്ചവെക്കുന്നത്. അതിൽ പരിഹാരം ചെയ്യുന്നത് കർത്താവാണ്. കർത്താവിന് കൂട്ടിലിരിക്കുക ഗെത്സമനെ തോട്ടത്തില് 3 ശ്ലീഹന്മാര് ഇരുന്ന പോലെ അവർക്ക് 5 മേഖലകളിൽ വിടുതൽ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം. ഇത് അച്ഛന്മാർ ഞാനിവിടെ പാലായിന്ന് അച്ഛന്മാരൊക്കെ ആണോ? അതെയോ? ഹലോ, അല്ല, ഇത് ബിഷപ്പ് ഫ്രാങ്കോ നയിക്കുന്നതാ. അതെയോ? ഓ ശരി ശരി. ഇത് ഫ്രാങ്കോ പിതാവാണോ സംസാരിക്കുന്നത്? അതെ, ഞാൻ തന്നെ സംസാരിക്കും. അതെല്ലേ. പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സൂപ്പറായിട്ടിരിക്കുന്നു. കർത്താവിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും മുന്നേറ്റ് പോകുന്നു. നമ്മുടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ അല്ലേ?
പഴയ പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്തോ നമ്മൾ കേസ് ജയിച്ച് നിൽക്കുന്നതല്ലേ. അത് കേസ് ജയിച്ചാലേ നിൽക്കുന്നത്. അവരെന്തോ അപ്പീലിനെന്തോ പോയിട്ടുണ്ടെന്ന് തോന്നില്ലയോ? അപ്പീലിന് പോകട്ടെ, ഇത് കുഴപ്പമില്ല. ജഡ്ജ്മെന്റ് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. ഇവര് നുണയാണ് പറഞ്ഞതെന്നാണല്ലോ കോടതി കണ്ടുപിടിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു എണ്ണത്തിനകത്ത് ആരോ ഇങ്ങനെ അപ്പൊ അന്ന് പിതാവിന്റെ ഒരു പ്രസംഗം എന്തോ ഞാൻ പിന്നെ ഈ കോൺവെന്റ് എന്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ അവിടെ താമസിക്കുക, എന്താ തെറ്റാന്നൊക്കെ വെച്ചൊരു പ്രസംഗം വന്നു. ആ പ്രസംഗമൊക്കെ അപ്പീൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അത് തന്നെ അപ്പീൽ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ അത് തിരിച്ചടിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞൊരു ആരുടെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ ഞാൻ കണ്ടു. അത് വിവരമില്ലാത്തവർ കുറെ പേര് എഴുതുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് വിവരമില്ലാത്തവരാണല്ലോ. വിവരമുള്ളവർ വളരെ ചുരുക്കം എഴുതാറുള്ളൂ. പിന്നെ ഈ പ്രോപ്പർട്ടി ആരുടെയാണെന്ന് ഇതൊക്കെ കോടതി ഡോക്യുമെന്റ്സ് വെച്ച് എല്ലാം വിശദമായി പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിച്ചില്ല. ആ പ്രോപ്പർട്ടിയാണ്, അവിടെ ഞാൻ പോയി താമസിക്കുന്നതിന് എന്താ കുഴപ്പം, ഞാനവിടെ അന്ന് പറയുന്ന ഭാഗമൊക്കെ കോടതി തിരിച്ചടിയായിട്ട് വരും. ആ പ്രോപ്പർട്ടി ജലന്ധർ രൂപതയുടെ പ്രോപ്പർട്ടിയാണ്. സിസ്റ്റേഴ്സിന് നോക്കാനായിട്ട് ലീസിന് കൊടുത്തതാണ്. ഓൺ കണ്ടീഷൻ ജലന്ധർ രൂപതയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും വരുമ്പോൾ അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ ആ പ്രോപ്പർട്ടി നോക്കാനായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ഡോക്യുമെന്റ്. ഇനി അവർക്ക് എന്തെങ്കിലും അത് വേണ്ട, അവിടെ നിന്ന് ഇത് വേണ്ട എന്ന് വയ്ക്കുന്ന പ്രോപ്പർട്ടി അവർ തിരിച്ച് രൂപതയെ ഏൽപ്പിക്കണം. അപ്പോ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വന്നപ്പോ അവരുടെ കോൺവെന്റ് നിർത്തലാക്കി പ്രോപ്പർട്ടി രൂപതയെ തിരിച്ചേൽപ്പിച്ചു. ഈ റിബലായിട്ടുള്ള കന്യാസ്ത്രീകൾ അവിടെ ഇപ്പൊ താമസിക്കുന്നതിന് മാത്രം കോൺവെന്റ് ഇല്ല. ആരൊക്കെയോ മടത്തുനിന്ന് റിസൈൻ ചെയ്ത് പോവുകയെന്തോ ചെയ്തില്ലേ? നോണയുടെ മുകളിൽ എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും? 3 സിസ്റ്റേഴ്സ് ഉടുപ്പൂരി പോയി. അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കാനുള്ള മുമ്പിലാണല്ലോ കളി. അല്ല, ഇപ്പോഴും ഈ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു സംഭവം വെച്ചാല്, ഇപ്പം കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടെങ്കിലും വത്തിക്കാൻ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ രാജി എഴുതി മേടിച്ചത് എന്ന് ചോദിച്ചൊരു പോസ്റ്റർ ഇപ്പം പലയിടത്തുകൂടെ ഓടുന്ന കാണാം. അതൊക്കെയാണ് നമുക്ക് നല്ലതാ. ആ ചോദ്യം നല്ലതാണ്. കാരണം വത്തിക്കാൻ എന്ന് പറയുന്നതും നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നതും 2 രീതിയിലാണ്. വത്തിക്കാനിൽ യൂറോപ്പിലൊക്കെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ ആ കേസ് തീരും. അവിടെ അപ്പീലടക്കം ഇപ്പൊ കർദിനാൾ ജോർജ് പെല്ലിന്റെ അപ്പീല് 2 വർഷത്തിന്റെ ഉള്ളിൽ എടുത്ത് അതിന് തീരുമാനം വന്നു. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ, ബിഷപ്പായിക്കോട്ടെ കർദിനാളായിക്കോട്ടെ, രണ്ടാമത് ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുള്ളൂ. പക്ഷെ ഇന്ത്യയിലെ കംപ്ലീറ്റ് സുപ്രീം കോടതി വരെ പോകണമെന്നുണ്ടെങ്കിൽ 30 കൊല്ലം പിടിക്കും. ഇപ്പൊ 10 കൊല്ലം അറൌണ്ട് 8 to 10 years നമ്മുടെ അപ്പീലൊന്നും എടുക്കാനായിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ എടുക്കാനായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 കൊല്ലം എടുത്തുകൊണ്ട് വരും. അപ്പോ ആ സ്ഥാനത്ത് ഞാൻ റിസൈൻ ചെയ്യുന്നില്ല എങ്കിൽ ജലന്ധറിലേക്ക് വേറെ ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയല്ലേ? ഈ നമ്മുടെ സഭയിലുള്ള ചില അച്ഛന്മാർ തന്നെ പറയുന്നുണ്ട്, ഒരു ഇന്റേണൽ ആയിട്ട് നമ്മുടെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ സഭയിലുള്ള ഒരു അച്ഛൻ പറയുക ചെയ്തത്, അതായത് ഈ പോപ്പ് വത്തിക്കാനിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഒരു ഇന്റേണൽ എൻക്വയറി കമ്മീഷനെ വെച്ചു. ആ എൻക്വയറി കമ്മീഷന്റെ കണ്ടെത്തൽ തുടർന്നാണ് ഈ രാജി എഴുതി മേടിച്ചതെന്നൊക്കെ എന്നോടൊരു അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ചൊന്നും ഇല്ല എന്നും പറഞ്ഞു. അച്ഛൻ വ്യഭിചാരം ചെയ്യുന്ന അച്ഛനായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വിവരം ഉണ്ടെങ്കിൽ പറയില്ല ഇങ്ങനെയൊക്കെ. ശരിക്കും അങ്ങനെ ഒരു വത്തിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിരുന്നതാണോ? ഹലോ, ഒരിക്കലും ഇല്ലല്ലേ? പക്ഷേ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അതെ. വിവരം ഉണ്ടെങ്കിൽ നീ ഈ വക സംസാരം ഉണ്ടാവുമോ? കോടതിയിൽ താങ്കളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, കോടതിയിൽ ഒരു കേസ് വന്നാൽ പിന്നെ വത്തിക്കാൻ ആ കേസിൽ ഇടപെടില്ല. കോടതിയുടെ ഡിസിഷൻ എന്താണോ അത് ശരിയാണോ തെറ്റാണോ എന്ന് വത്തിക്കാൻ ഇഷ്യൂ അല്ല. കോടതി വിധി എന്താണോ അത് നമ്മുടെ വത്തിക്കാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നൂൻഷിയോ എന്റെ റെസിഗ്നേഷൻ മാർപ്പാപ്പ സ്വീകരിച്ചു
എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ന്യൂഷോ പറഞ്ഞു ഇത് ഒരു അച്ചടക്ക നടപടിയായിട്ട് ആരും കാണരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ വൈദികര് കാണില്ലേ, മനസ്സിലായ? കാരണം അത്രയും കറപ്ഷനും അഴിമതിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ പെട്ടിട്ടുള്ള ടീമുകൾ, ഈ വട്ടോളി ടീം അങ്ങനെയുള്ള അവരുടെ കൂട്ടാളികളൊക്കെ അവർ തന്നെയാണല്ലോ പറഞ്ഞു വിട്ടത്. കോടതിയിൽ ജയിച്ചത് ബിഷപ്പ് ഉഭയസമ്മതം സമ്മതിച്ചു എന്നും പറഞ്ഞിട്ടും കഥകൾ ഇറക്കിയായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലേ, ചുമ്മാ അല്ലേ? അതെ, ഓരോരുത്തരുടെ ജീവിതം അവർ പുറത്തോട്ട് വിടുകയാണ്. ഇത് ബിഷപ്പിലേക്ക് ചാർത്തുന്നല്ലോ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഏത് പദവിയിലോ അതായത് ആ വ്യക്തിയോട് ബിഷപ്പ് കേസിനെ കുറിച്ച് എന്ത് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അവന്റെ ലൈഫ് എന്താണോ അതനുസരിച്ച് ഉത്തരം പറയും. ഇത് എത്രയോ ആളുകൾ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നുണ്ട്, പിതാവെ ഞങ്ങൾക്ക് കേസ് വന്ന അപ്പോഴേ അറിയായിരുന്നു പിതാവ് നിരപരാധിയാണെന്നും ഈ ലോകത്തിൽ ഒരിക്കലും 13 പ്രാവശ്യമല്ല 2 പ്രാവശ്യം പോലും ഒരു വ്യക്തിനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ വരുന്നത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ സത്യം തിരിച്ചറിയും. ദുഷ്ടാത്മാവാണെങ്കിലോ അവൻ പല മറ്റു കാര്യങ്ങളും പറയും, സത്യം പറയില്ല. അത്രേ ഉള്ളൂ. എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, ഞാൻ അടുത്ത ദിവസം ഞാൻ വന്നു. എല്ലാ ദിവസവും ഉണ്ടല്ലേ ഈ പരിഹാരധ്യാനം പരിപാടിയെ? നാളെ രാവിലെ വിളിച്ചോളാം. ഞാൻ വൈഫിനോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എന്നിട്ട് സമയം പോലെ ഏത് ദിവസമാണെന്നുള്ളതൊക്കെ. ശരി. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഓക്കെ. പ്രഷർക്ക് അറിയാമല്ലോ, ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, കിരീടം വെക്കാത്ത രാജാവായിരുന്നു. ഒരു ചെറിയ കയ്യബദ്ധം, പഞ്ചാബിലൊന്നും ഈ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇങ്ങ് കോട്ടയത്തെത്തി, കോട്ടയം കുറവലങ്ങാട്ടെത്തി, പാതിരാത്രിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അദ്ദേഹം പല പ്രാവശ്യം പോയി. അവസാനം ചീത്തപ്പേരുമായി. ചീത്തപ്പേരെന്ന് പറഞ്ഞാൽ ബലാത്സംഗ കേസാണ് അദ്ദേഹത്തിന് എതിരെ കൊടുത്തത്. അന്നേരം അദ്ദേഹം കോടതിയിൽ സമർത്ഥമായി അദ്ദേഹത്തിൻ്റെ വക്കീലുമൊക്കെ വാദിച്ചു അത് ബലാത്സംഗമായിരുന്നില്ല, പരസ്പര സമ്മതത്തോടുകൂടി ഉള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 13 തവണ തങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടി ഈ കൂതാശകൾ നടത്തി എന്ന് അദ്ദേഹം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ഇതൊക്കെ വായിച്ച് ജഡ്ജിയൊക്കെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ കോടതിയിൽ അദ്ദേഹം വളരെ രസകരമായ കാര്യങ്ങളൊക്കെ കൊണ്ട് സമർപ്പിച്ചു. ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ തുടർച്ചയാണ് ഈ വിജയാരാധന ധ്യാനം. അതുകൊണ്ട് ധ്യാനിക്കാൻ പറ്റാവുന്ന നല്ല ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഈ ഒരു അവസരം ആരും ദയവായി കളഞ്ഞു കുളിക്കരുത്. ഉറപ്പായും ഈ മഴക്കാലം, ഈ തണുപ്പ് കാലം, ഇടയനോടൊപ്പം ഒരു രാത്രി മറക്കണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.